രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ഉൺഹോയും ജിയോന്റെ അടുത്തേക്കൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിയോണും ഒരു കോളൊക്കെ വന്നതായിട്ട് അഭിനയിച്ച് മാറി നിൽക്കുന്നു. സോ ഉൺഹോ ഒറ്റയ്ക്ക് ലിഫ്റ്റിലൊക്കെ കയറി പോവുകയാണ്. ഉൺഹോ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ജിയോനെ വിളിക്കുമ്പോഴത്തേക്കും ജിയോണ് വിശപ്പില്ല എന്ന് പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്നു. ശരിക്കും അവന്റെ കൂടെ കഴിക്കുവാനായിട്ടുള്ള മടി കൊണ്ടായിരുന്നു അതേന്നൊക്കെ മനസ്സിലാക്കുന്ന അവനും പിന്നീട് അവൾക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ജിയോണും ഉൺഹോയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. ഇത് ജംഗ്ഹൂണും ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ ജംഗ്ഹൂൺ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഗ്യൂറിമും വർക്ക് ചെയ്യുന്നിടത്ത് ഡേറ്റിംഗ് പാടില്ല എന്നൊക്കെ അവനോടും പറയുന്നു. ഞാൻ വെറുതെ ഒന്ന് നോക്കിയതല്ലേ ഉള്ളൂ, അതിനെന്താണ് ഇത്രയ്ക്ക് വലിയ കുഴപ്പം എന്നൊക്കെ ജംഗ്ഹൂൺ ചോദിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ അത് സ്നേഹമുണ്ടായിട്ടാണെന്നൊക്കെ ഗ്യൂറിമും അതിന് മറുപടിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഉൺഹോനെയും ജിയോണിനെയും നോക്കിക്കൊണ്ട് പരസ്പരം അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് തന്നെയാണെന്നൊക്കെ അവനും പറയുന്നത്. ഓണഹ പോകുന്നതിന് മുമ്പായിട്ട് ജിയോന്റെ റൂമിലൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് നേരത്തെ അവൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഫുഡ് ഒന്നും തന്നെ അവൾ കഴിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അവനും കോഫി എടുത്തോണ്ടൊക്കെ വരുമ്പോഴത്തേക്കും അവൾ കോഫി എടുക്കുവാനായിട്ട് വന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും കോഫിക്ക് എടുത്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിനൊന്നും തന്നെ അനുവദിക്കുന്നില്ല. പിന്നീട് അവൾ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്തും അവനെ കൂട്ടാതെ ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു ദിവസം അവൾ മീറ്റിങ്ങിന് പോകുവാനായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നീ എന്നെയും കൂടി കൂട്ടാമോ എന്നൊക്കെ അവനും ചോദിക്കുന്നുണ്ട്. പക്ഷെ നീ വരേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല, നീ നേരത്തെ വീട്ടിലൊക്കെ പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൂൺ നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ജെഹൂണും അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവനും ആ ഒരു സമയത്ത് ഫ്രീ ആയിരുന്നത് കൊണ്ട് തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് മീറ്റിങ്ങിനും പോകുന്നു. നിന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് നിനക്ക് ഉൺഹോനെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ, എന്റെ ഊഹമൊക്കെ ശരിയാണോ എന്നൊക്കെ ജെഹൂൺ ജിയോന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ജിയോണും ഒരു മറുപടിയും പറയാതൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെ അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ജംഹൂണും മനസ്സിലാക്കുകയാണ്. മീറ്റിംഗിന് ശേഷം അവരും ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ജിയോൺ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും നീ എന്നെ ശ്രദ്ധിച്ചൊക്കെ ഫുഡൊക്കെ കഴിക്ക്, നിനക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഹാൻസം അല്ലേ, റിച്ച് അല്ലേ, എന്നെയൊക്കെ ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിനക്ക് വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ അവനും അവളോട് ചോദിക്കുന്നു. പക്ഷെ അതിന് മറുപടിയായിട്ട് ഹാൻസമും റിച്ചും അതുപോലെ തന്നെ ചെറുപ്പക്കാരനുമായിട്ടുള്ള ആൾക്കാരെ അല്ല എനിക്ക് ആവശ്യമെന്നായിരുന്നു ജിയോണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ നിനക്ക് എങ്ങനെയുള്ള ആളെയാണ് ഇഷ്ടമെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ ജിയോണും അവനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഞാനൊരു ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകും, അങ്ങനെ എനിക്ക് ഗേൾ ഫ്രണ്ടിനെയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നീ കരയുവാനായിട്ടൊന്നും നിന്നേക്കരുതെന്നൊക്കെ ചെഹ്ഹോണും പറയുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന ചെഹ്ഹോണും ടീച്ചറിനെ കാണുവാനായിട്ട് കിൻഡർ ഗാർഡനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ടീച്ചറും വീട്ടിൽ പോയി. എങ്കിൽ പോലും സിയോചുൺ ബോട്ടിലൊക്കെ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ബോട്ടിലൊക്കെ എടുക്കുവാനായിട്ട് സ്യുഹുണും കിൻഡർ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നു. അവൻ ടീച്ചറിന് കൊടുക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സ്വീറ്റ്സ് എല്ലാം തന്നെ സെഹയുടെ മകന് കൊടുത്തോളുവാനൊക്കെ പറഞ്ഞിട്ട് സെഹയോട് നൽകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നീ തന്നെ അത് കഴിച്ചു എന്നൊക്കെ സിഹുണും പറയുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കിരുന്ന സ്വീറ്റ്സ് ഒന്നും തന്നെ കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല, എനിക്കൊരാളെ ഇഷ്ടമൊക്കെ ആയിരുന്നു, അയാളുടെ അടുത്ത് എനിക്ക് മര്യാദയ്ക്കൊന്നും പ്രപ്പോസ് പോലും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല, അതിനു മുമ്പേ അയാൾ പിന്നെ റിജക്ട് ചെയ്തു എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവന്റേത് വൺ സൈഡ് ലവ് ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവളും അവനെ കൂട്ടിക്കൊണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനായിട്ട് പോകുന്നു. നിന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാന്നൊക്കെ സിഹോൺ പറയുമ്പോഴത്തേക്കും ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഹൈസ്കൂളിലൊക്കെ വെച്ചാണ്. പക്ഷെ അപ്പോൾ എനിക്ക് അവളുടെ അടുത്ത് ഇഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് അതൊക്കെ ഇഷ്ടമായി മാറി എന്നൊക്കെ അവനും അറിയിക്കുന്നു. നീയും നിന്റെ ഹസ്ബൻഡും ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നൊക്കെ അവനും അവളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ എനിക്ക് ഹസ്ബൻഡ് ഇല്ല എന്നൊക്കെ സിഹോൺ പറയുമ്പോഴത്തേക്കും നിനക്കൊരു കുട്ടിയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ അവനും ചോദിക്കുന്നു. ഒരുപാട് രീതിക്കുള്ള ഫാമിലീസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ സിഹണും അവന്റെ അടുത്തൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾക്കും ഒരു വൺ സൈഡ് ലവ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും പറയുന്നു. പിറ്റേ ദിവസം രാവിലെ സിഹുൺ എണീറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആകെ മൊത്തം തലവേദനയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നീ ആരുടെ കൂടെയായിരുന്നു ഇന്നലെ മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്, അവൻ വല്ല അത്ലറ്റുമാണോ, നീ വന്ന് കേറിയപ്പോൾ മുതൽ ചിയറപ്പ് എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്മയും അവളോട് പറയുകയാണ്. അപ്പോഴാണ് അവളും തലേദിവസത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തത്. സെഹ്യുണും ജംഹുണും ഒന്നിച്ച് മദ്യമൊക്കെ കുടിച്ച് നടന്നു വരുന്ന സമയത്ത് ഒരു മൂവിയുടെ പോസ്റ്ററൊക്കെ അവളും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ഈ ഒരു മൂവിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, ഈ മൂവി ആകട്ടെ റീ റിലീസ് ചെയ്യുവാനായിട്ടും പോവുകയാണെന്നൊക്കെ സെഹ്യുൺ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന ജംഹുണും ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഒരു മൂവി ഡേറ്റിനൊക്കെ വിളിച്ചോണ്ട് പോയെന്നായിരുന്നു ജംഹുണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവളും ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന മെസ്സേജ് ഒക്കെ ഉൺഹോയ്ക്ക് അയച്ചിട്ടുള്ളത് അവളും കാണുന്നു. പക്ഷെ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ ഒരു കോൾ കൂടി അവൾക്ക് വരുന്നത്.
നീ ഇന്നലെ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഷോർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ മനസ്സിലായില്ല എന്നൊക്കെ ഉൺഹോ പറയുമ്പോഴത്തേക്കും, കഴിഞ്ഞ തവണ നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് നീ ഒരു മൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ ഒരു മൂവിയൊക്കെ റീ റിലീസ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. നമുക്കും അതൊക്കെ കാണുവാനായിട്ട് പോയാലോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. എന്നാൽ നമുക്ക് കുട്ടികളെയും കൂടി കൂട്ടാമെന്നൊക്കെ ഉൺഹോ പറയുമ്പോഴത്തേക്കും, അത് കുട്ടികൾക്ക് കാണുവാൻ പറ്റിയ മൂവിയൊന്നുമല്ല. നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ടൊക്കെ പോയാലോ എന്ന് അവൾ വീണ്ടും ചോദിക്കുകയാണ്. അവനും പോകാമെന്നൊക്കെ സമ്മതിക്കുന്നു. അവരങ്ങനെ സംസാരിക്കുന്നതെല്ലാം തന്നെ അമ്മയും കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മയും കുട്ടികളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അവളോടും പറയുന്നുണ്ട്. അച്ഛൻ ആന്റിയുടെ കൂടെ സിനിമയ്ക്കൊക്കെ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൂടി കൂട്ടാമോ എന്നൊക്കെ ബിയോളും ഓൺഹോയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അത് കുട്ടികൾക്ക് പറ്റിയ പടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അത്രയ്ക്ക് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. ആയും ജോറുമും കൂടി ചേർന്നിട്ട് പുതിയ ജോലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമായിരുന്നു ഓഫീസിലേക്ക് ഗുക്ക് കൂടി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെയായിട്ടും ഒരു ലീവ് പോലും എടുക്കാത്ത നീ ഒരു സിക്ക് ലീവ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരുവാനായിട്ടായിരിക്കുമെന്ന് എനിക്ക് അല്ലെങ്കിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. നീ വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും നാളും വർക്ക് ചെയ്തതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അതൊന്നും തന്നെ വെറുതെ ആക്കുവാനായിട്ട് പാടില്ല. അതിന് നീ കമ്പനിയിൽ തന്നെ നിൽക്കണമെന്നൊക്കെ അവനും പറയുകയാണ്. ഞാൻ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടോ അതിന്റെ പകുതി വർക്കും നീ തന്നെയാണ് ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിൽക്കേണ്ടത് ഞാനല്ല, മറിച്ച് നീയാണെന്നൊക്കെ അവളും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആളെ പുകഴ്ത്തിയിട്ട് നീ വർക്കിന് നിന്നാൽ മതിയെന്നൊക്കെ പറയിക്കും. ഒടുവിലായിട്ട് ഗ്യൂറുമിന്റെ അടുത്ത് ഞാൻ കമ്പനി മാറിക്കോളാം എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഗ്യൂറുമിന് ദേഷ്യം വരുന്നു. നീ എല്ലാ രീതിക്കുള്ള ഫുഡും കഴിക്കാത്തതാണ്. അങ്ങനെയിരിക്കെ പുതിയ കമ്പനിയിലെ ക്യാൻറ്റീനൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് അറിയുക കൂടിയില്ല. സോ നീ ഈ കമ്പനിയിൽ തന്നെ നിന്നാലും മതി. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നെ കാണാതിരിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ നീ കരുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ നിൽക്കുമ്പോഴത്തേക്കും അവളും കരയുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ കിമ്മും ക്യുൻഹിയും ക്വാങ്ഹിയും കണ്ടോണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അവർ രണ്ടുപേരും രണ്ടു വഴിക്കായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവർ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരും ഹാപ്പി ആയിട്ടൊക്കെ തിരിച്ചു പോകുന്നു. ഗൗറും കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആയിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും പ്രണയത്തെ നമുക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗൗറമും ഇരിക്കുന്നു. ജിയോണും ഒരു മീറ്റിംഗിന് വേണ്ടിയൊക്കെ എത്തിയതായിരുന്നു. അങ്ങനെ ഇരിക്കെ മീറ്റിംഗിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് എല്ലാം തന്നെ അവനും ഇപ്പോൾ അവൾക്ക് വേണ്ടിയൊക്കെ നൽകുന്നു. അവസാന നിമിഷത്തിലായിരുന്നു ഇതുപോലെ കുറെ ഡേറ്റാസ് ഒക്കെ വേണമെന്ന് അവളും അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവനും ഓവർ ടൈം ഒക്കെ ഇരുന്നിട്ടാണ് ഡേറ്റാസ് എല്ലാം തന്നെ കളക്ട് ചെയ്തതും. ഇപ്പോൾ അവളും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ കാറിലിരുന്ന് ഉറങ്ങുന്ന കാഴ്ചയൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനിരിക്കെ അവന്റെ മുഖത്തേക്കൊക്കെ വെയിൽ അടിക്കുമ്പോഴത്തേക്കും അവൻ ഉണരുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവളും വെയിലിനെയൊക്കെ മറിഞ്ഞ് കുറെ നേരം നിൽക്കുന്നു. പിന്നീട് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോഴത്തേക്കും അവളും വണ്ടിക്കുള്ളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നീ വണ്ടിക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് എന്നെ ഉണർത്തുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് അവസാനത്തെ പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവളും ഇരിക്കുന്നു. പിന്നീട് അന്ന് വൈകിട്ട് ഉൺഹോയും മിയയുടെ ഹസ്ബൻഡിനെ കാണുവാനായിട്ടൊക്കെ പോയിരിക്കുകയാണ്. അവനും ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ഒരുക്കി വെച്ചിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിയയും ഹസ്ബൻഡും തമ്മിൽ വല്ല വഴക്കും ഉണ്ടാക്കിയോ എന്നൊക്കെയാണ് ഉൺഹോയും വിചാരിക്കുന്നത്. പക്ഷെ അവർ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ അയാളും അറിയിക്കുന്നു. നിന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് നിനക്കും എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഹസ്ബൻഡും ഇപ്പോൾ ഉൺഹോയുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. അതെന്താ മിയയെ പ്രഗ്നന്റ് വല്ലതും ആണോ എന്നൊക്കെ ഓൺഹോ ചോദിക്കുമ്പോഴത്തേക്കും മിയയ്ക്കും ഒരു കുട്ടിയൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു കുട്ടി കൂടെ ആക്കുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് നല്ലൊരു ലൈഫ് കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന സംശയമാണ് എനിക്കുള്ളത്. ആ ഒരു പേടി കൊണ്ടാണ് ഞാനും ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഹസ്ബൻഡും അറിയിക്കുന്നു. മനുഷ്യന്മാർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എനിക്കും ബിയോളിനെ നോക്കുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നീയും മിയയും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ബിയോളിനെയും എനിക്ക് ഇങ്ങനെയൊക്കെ വളർത്തുവാനായിട്ട് സാധിച്ചു എന്നൊക്കെ ഉൺഹോയും അറിയിക്കുന്നു. ബിയോളും ഇവിടെ വന്നതിന് ശേഷം തനിയെ ബുക്കൊക്കെ എടുത്ത് വായിക്കുന്നതാണ് ഞാൻ കാണാറുള്ളതെന്നൊക്കെ ആയിരുന്നു ഹസ്ബൻഡും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ജിയോന്റെയും ബിയോളിന്റെയും ക്യാരക്ടറൊക്കെ സിമിലർ ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളതെന്നൊക്കെ ഹസ്ബൻഡും അറിയിക്കുന്നു. എനിക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയിക്കില്ല. ശരിക്കും ഞാൻ ബിയോളിനെ നന്നായി നോക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക അല്ലല്ലോ എന്നൊക്കെ ഓൺഹോ ചോദിക്കുമ്പോഴത്തേക്കും, നിനക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ അത് അയാളോട് തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ നീ മനസ്സിൽ കൊണ്ട് നടക്കുക അല്ല ചെയ്യേണ്ടത്. അത് അയാളോടും ബിയോളിനോടും ഒരുപോലെ ചെയ്യുന്ന ഒരു തെറ്റൊക്കെ ആയിപ്പോകും. പിന്നെ ഒരാളെ കൂടുതൽ സ്നേഹിച്ചു എന്ന് വെച്ച് ബിയോളിന്റെ അടുത്തുള്ള സ്നേഹം ഒന്നും തന്നെ നഷ്ടപ്പെടുവാനായിട്ട് പോകുന്നില്ലല്ലോ എന്നൊക്കെ ഹസ്ബൻഡും ഉൺഹോയോട് പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.